പഴയ കലോത്സവ വേദികളിലെ മിന്നും താരത്തെയാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. കലോത്സവ വേദികളിലെ ദമയന്തിയായിരുന്ന ആ കൊച്ചുകുട്ടി ഇന്ന് മന്ത്രിയാണ്. രചനാ മത്സരങ്ങളിലും നൃത്ത ഇനങ്ങളിലുമെല്ലാം മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച ഒരു 9ാം ക്ലാസ്സുകാരിയുണ്ട്. ഇന്ന് സംസ്ഥാനത്തെ ഒരു മന്ത്രിയാണ്. വേദികളിൽ ദമയന്തിയായി വേഷമിട്ട് ഇന്നും നൃത്തം ഒരുപോലെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വീണ്ടും കലോത്സവ വേദിയിലെത്തുമ്പോൾ മന്ത്രിക്ക് പറയാനുള്ളതെന്തല്ലേ? മന്ത്രി ബിന്ദു എന്നതിനപ്പുറത്ത് ബിന്ദു എന്ന് പറഞ്ഞ കലാകാരി ശരിക്കും ഏതാണ് കൂടുതലായിട്ട് എൻജോയ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൂടുതലായിട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? അത് കുട്ടിക്കാലം മുതൽ എൻ്റെ സ്വഭാവത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റെ വ്യക്തിത്വത്തിൻ്റെ രണ്ട് വശങ്ങളാണ് ഇത് രണ്ടും. ഒന്ന്, കലയോടുള്ള വലിയ അഭിനിവേശം നന്നേ കുട്ടിക്കാലം മുതലുണ്ട്. അതുപോലെ തന്നെ ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ എപ്പോഴും ലീഡറാണ്, സ്കൂൾ ലീഡറായിരുന്നു 2 വർഷം. അപ്പോൾ എല്ലാത്തിലും ഒന്ന് പോയി നോക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന കലോത്സവ വേദിയിൽ നിൽക്കുമ്പം എന്താണ് ശരിക്കും മനസ്സിലേക്ക് വരുന്നത്? ആ 9ാം ക്ലാസ്സുകാരിയിലേക്ക് പോകുന്നുണ്ടോ വീണ്ടും? തീർച്ചയായിട്ടും അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ മുഹൂർത്തങ്ങളാണ് ഈ സ്കൂൾ യുവജനോത്സവങ്ങൾ സമ്മാനിക്കുന്നത്. അത് സ്റ്റേജിൽ പരിപാടി അവതരിപ്പിക്കുന്നവർക്കായിക്കോട്ടെ, അത് കാണുന്നവർക്കായിക്കോട്ടെ, കേരളത്തിലെ വിദ്യാലയങ്ങളിൽ പഠിച്ചു വളർന്ന കുട്ടികൾക്ക് അവരുടെ ജീവിതകാലം മുഴുവൻ ഏറ്റവും സ്നേഹത്തോടെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ പറ്റുന്ന നിമിഷങ്ങളാണ് നമ്മുടെ യുവജനോത്സവങ്ങൾ നൽകിയിട്ടുള്ളത്. ഇപ്പം ഞാനിങ്ങനെ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഞാനിങ്ങനെ നമ്മളെ ലൈബ്രറിയൊക്കെ ഇങ്ങനെ എടുത്തു നോക്കിയിരുന്നു. അപ്പോൾ 1 വർഷം മുൻപ് വീണ്ടും വേദിയിൽ കയറിയ സമയത്ത് എന്താണ് തോന്നിയിട്ടുണ്ടായിരുന്നത് അന്ന്? കഥകളി ഞാൻ അവതരിപ്പിക്കുന്നത് 30 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു. പക്ഷെ അത് ചെയ്യുന്നില്ലെങ്കിൽ പോലും മാനസികമായിട്ട് നമ്മൾ അതിലൊക്കെ ഉണ്ട് എപ്പോഴും. കാരണം ഒരാൾക്ക് ഒരു കലയോട് അത്ര കടുത്ത അഭിനിവേശം ഉണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ ആ അഭിനിവേശം ഉണ്ടാകും അവരുടെ കൂടെ. അപ്പം ഈ കഥകളി വേദിയിൽ നിറഞ്ഞാടുന്ന ഘട്ടത്തിൽ നമുക്ക് ചമയങ്ങളൊന്നും ഇല്ലാതെ ആ മുഖത്ത് ഭാവങ്ങൾ എങ്ങനെയാണ് വിരിയുന്നത് എന്നത് കാണാം. മാമ തന്നെ പറഞ്ഞിട്ട് ഓരോ ഭാവങ്ങളൊന്നും നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ശൃംഗാരം എന്നുള്ളതാണ് ആദ്യത്തെ രസരാജനാണ് അത് കാണിക്കാം. ഇനി കരുണം എങ്ങനെയാണ്? കരുണം ദുഃഖമാണ്, ശോകം. മാമിന് ഇഷ്ടമുള്ള ഇനി അടുത്തൊരു ഭാവം? വീരം. അതാണ് കൂടുതൽ ഇഷ്ടം അല്ല, ഓക്കെ. അപ്പൊ ഇനി അത്ഭുതം. അത്ഭുതമാണെന്ന് തോന്നിയ ഇനി അടുത്തത് മതി. ഇതില് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ രൗദ്രം കൂടി കാണിക്കാം. കലോത്സവ വേദിയിൽ നിന്നും ഷഹദ് റഹ്മാൻ, 24.